നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും തമ്മിൽ മുടിഞ്ഞ അടിയാണ്. സത്യത്തിൽ സുരേഷ് ഗോപിയുടെ തൊലി വലിച്ചൂരിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് വേണമെങ്കിൽ പറയാം. വോട്ട് ചോർച്ച സംബന്ധിച്ച വിവാദങ്ങളിൽ സുരേഷ് ഗോപി മൗനം പാലിക്കുന്നതിൽ പ്രതികരിച്ചിരിക്കുകയാണ് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ. സുരേഷ് ഗോപിക്ക് തങ്ങളുടെ അത്ര തൊലിക്കട്ടിയില്ലാത്തതിനാലാണ് പ്രതികരിക്കാത്തതെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല. ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ കിടന്ന കുറേയേറെ നാളുകളായി കളിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി തൊലിക്കട്ടിയുണ്ട്. കുറെ കൂടി കാര്യങ്ങളും ഞങ്ങൾക്ക് പറയാനും സാധിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നടിക്കുകയാണ്. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് സ്നേഹത്തോടെയോ കൗതുകത്തോടെയോ തോളിലൊന്ന് കൈവച്ചാൽ പീഡനക്കേസിൽ അകത്തിടാൻ വേണ്ടി എത്ര വാർത്തകളാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്? ഇതും ചെയ്തത് മാധ്യമപ്രവർത്തകരിൽ ചിലരല്ലേ? മക്കളെ പോലെ കണ്ടൊരാളുടെ ഭാഗത്ത് നിന്നുപോലും സ്ത്രീ പീഡന കേസുണ്ടായി. കോഴിക്കോട് അങ്ങാടിയിൽ ഒരു കള്ളനെ പോലെ ജാമ്യമെടുക്കാനും ചോദ്യം ചെയ്യലിനും വരേണ്ട ഗതികേട് ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങോട്ട് ആത്മാർത്ഥതയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഏറ്റവും പുതിയ വാർത്തകളിലാണ്, അതായത് ഈ ഒരു ബിജെപിയുമായി ബന്ധപ്പെട്ട വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏറ്റവും പുതിയ വിവാദത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ശോഭാ സുരേന്ദ്രൻ കൃത്യമായി തന്നെ സുരേഷ് ഗോപിയെ വിമർശിക്കുകയും അതേസമയം തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്ത സാഹചര്യമാണ് ഈ ഒരു വിമർശനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ നേതാക്കളെ മത്സരിപ്പിക്കാൻ ബിജെപി മുന്നൊരുക്കം നടത്തുന്നതിനിടയിലാണ് ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഈ ഒരു ചെറിയ ശീതയുദ്ധം നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. തുറന്ന യുദ്ധമല്ലെങ്കിലും പറയേണ്ടിടത്ത് കൃത്യമായി തന്നെ ശോഭാ സുരേന്ദ്രൻ സുരേഷ് ഗോപിക്ക് അടിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ബിജെപിയുമായി ബന്ധപ്പെട്ട മറ്റ് ചില നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലാണ് പ്രാഥമിക ചർച്ച നടന്നത്. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ എവിടെ മത്സരിക്കുമെന്നതാണ് പ്രധാന ചർച്ച. 22-ന് കൊച്ചിയിൽ നടക്കുന്ന ബിജെപി സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും മോർച്ച ഭാരവാഹികളുടെയും യോഗത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് വേഗം കൂടുമെന്ന് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നു. സുരേന്ദ്രനെ തൃശൂരിൽ മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ സജീവമാണ്. ഇക്കാര്യങ്ങളിൽ തനിക്കുള്ള താൽപര്യം സുരേന്ദ്രനും പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായി സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ തൃശൂരിൽ മത്സരിക്കാൻ സുരേന്ദ്രനെ വെല്ലുവിളിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനുകൂലമായ സാഹചര്യം ഉണ്ടായേക്കാമെന്നത് തൃശൂരിൽ സുരേന്ദ്രൻ സാധ്യത കൂട്ടുന്നുണ്ട്. തൃശൂരിൽ അല്ലെങ്കിൽ വർക്കലയിൽ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. ഒ രാജഗോപാലിലൂടെ ബിജെപി നിയമസഭയിൽ ആദ്യമായി അക്കൌണ്ട് തുറന്ന നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ തന്നെ മത്സരിപ്പിക്കാനാണ് ആലോചനകൾ. കഴിഞ്ഞ തവണ മത്സരിച്ച കുമ്മനം രാജശേഖരൻ വി ശിവൻകുട്ടിയോട് പരാജയപ്പെട്ടിരുന്നു. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇവിടെ മൂന്നാമതായി. നേമത്ത് പാർട്ടിക്ക് സാധ്യതകൾ ഉണ്ടെന്ന വിലയിരുത്തലിലാണ് ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കട്ടെ എന്ന ആലോചനയിൽ നിൽക്കുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല. കാരണം അദ്ദേഹം, ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു കളിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കട്ടിയും കൂടുതലുണ്ട്, ഞങ്ങൾക്ക് കുറെ കൂടുതൽ കാര്യങ്ങളും പറയാൻ സാധിക്കും. എന്നാൽ ശ്രീമാൻ സുരേഷ് ഗോപി തന്നെ പോലെയുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ ഇഷ്ടം കൊണ്ട് കൗതുകം കൊണ്ട് തോളിലൊന്ന് കൈവച്ചാൽ പീഡനക്കേസിൽ അകത്തിടാൻ വേണ്ടി എത്ര വാർത്തകളാണ് കേരളത്തിൽ പടച്ചുവിട്ടത്. അതും ചെയ്തത് മാധ്യമപ്രവർത്തകരിൽ ചിലരല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വന്തം മകളെ പോലെ കണ്ട ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് പോലും സ്ത്രീ പീഡനക്കേസ് ഉണ്ടായി. കോഴിക്കോട് അങ്ങാടിയില് ഒരു കള്ളനെ പോലെ ജാമ്യമെടുക്കാനും ചോദ്യം ചെയ്യാനും വരേണ്ട ഗതികേട് ഈ കേരളത്തിൽ ശ്രീമാൻ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചത് ചില മാധ്യമപ്രവർത്തകരല്ലേ? അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങോട്ട് ആത്മാർത്ഥതയില്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്ക് അങ്ങോട്ട് ആത്മാർത്ഥത വേണം എപ്പോഴും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല.